ഹലോ ഹലോ ഹലോ. അപ്പം വെൽക്കം ബാക്ക് ടു പാർട്ട് 2 ഓഫ് മെൽബൺ ടു അഡ്ലൈഡ് ട്രിപ്പ്. അപ്പം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞില്ലേ സോവറിൻ ഹില്ലിനെ പറ്റി തന്നെ എനിക്കൊരു വീഡിയോ ഉണ്ടാക്കേണ്ടി വരുമെന്ന്. അപ്പം ദിസ് വീഡിയോ ഇസ് ഓൾ അബൌട്ട് ദ സോവറിൻ ഹിൽ. അപ്പം ബാലറാറ്റിലെ ഭയങ്കര ഒരു ഫേമസ് സ്ഥലമാണ് സോവറിൻ ഹിൽ. അപ്പം ഞങ്ങൾ അവിടുത്തെ ഗൈഡഡ് ടൂർ പാക്കേജാണ് ബുക്ക് ചെയ്തത്. അപ്പോൾ കയറി ചെന്നോടനെ ഞങ്ങൾക്കൊരു ബാഗിൻ്റെ അകത്ത് ഇങ്ങനെ ചെറിയ ബോട്ടിൽ വെള്ളം നിറച്ചും തന്നെ. എന്തിനാണെന്ന് ആദ്യം മനസ്സിലായില്ല, അത് പിന്നീടാണ് മനസ്സിലായത്. അത് ഞാൻ പറഞ്ഞുതരാം എന്തിനാന്ന്. അപ്പം ഗൈഡൊക്കെ വന്നു. ഗൈഡും ഡ്രസ്സ് ചെയ്ത് വന്നത് ഒരു പ്രത്യേക ലുക്കിലാട്ടോ. അപ്പം സോവറിൻ ഹിൽ ഓസ്ട്രേലിയൻ 1850s ഗോൾഡ് റഷ് പീരീഡാണ് കാണിക്കുന്നത്. ആ സമയത്തെ ലൈഫ് സ്റ്റൈല്, ബിൽഡിങ്സ്, ജോബ്സ് എല്ലാം വളരെ റിയലിസ്റ്റിക്കായി കാണിക്കുന്ന ഒരു സ്ഥലമാണ് ഈ സോവറിൻ ഹിൽ. അപ്പം നിങ്ങൾ ഈ കാണുന്ന പോലത്തെ ഓരോ ബിൽഡിങ്ങിൻ്റെ അകത്തും നമുക്ക് കയറി ചെല്ലാൻ പറ്റും കേട്ടോ. പിന്നെ നിങ്ങൾ ഈ കാണുന്ന പോലെ അവിടെ ഇങ്ങനെ പല പല ബിൽഡിങ്സ് ഉണ്ട്. ഇതെല്ലാം ശരിക്കും അന്നത്തെ ഒരു കാലഘട്ടമാണ് കാണിക്കുന്നത്, അന്നത്തെ പഴയ ബിൽഡിങ്സ് പോലെ. ഇതിൻ്റെ അകത്തെല്ലാം നമുക്ക് കയറാൻ പറ്റും. ഓരോ ബിൽഡിങ്സിലും ഓരോ പ്രത്യേകതയുണ്ട്. പിന്നെ അവിടെ നിൽക്കുന്ന ആൾക്കാർ പോലും ആ ഒരു കാലഘട്ടത്തെ ഡ്രസ്സിലാണ് അവർ സ്റ്റൈൽ ചെയ്ത് നിന്നേക്കുന്നത്. നമുക്ക് ആ ഒരു ഫീലിംഗ് വരുത്താൻ വേണ്ടിയിട്ടാട്ടോ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോ കുതിരവണ്ടി പോകുന്നുണ്ട്, നമുക്ക് അതിലും റൈഡ് ചെയ്യാൻ പറ്റും. പിന്നെ എനിക്ക് അവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഓരോ കടകളിലും കയറി ഇറങ്ങി നടക്കുക എന്നുള്ളതാണ്. ഓരോ സ്ഥലത്തും ഓരോ കടയ്ക്കകത്തും കയറുമ്പോഴും ഓരോ രീതിയിലാട്ടോ ഇവർ ഇതുപോലൊരു സെറ്റ് ചെയ്ത് വെച്ചേക്കുകയാണ്. ഇങ്ങനെ ആൾക്കാർക്ക് വന്ന് ആ ഒരു കാലഘട്ടത്തെ ഒരു എക്സ്പീരിയൻസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അവരത് ശരിക്കും ചെയ്തേക്കുന്നത്. അപ്പം ഈ പുള്ളിക്കാരി ഇങ്ങനെ വെറുതെ പുറത്തിരുന്ന് തുന്നിക്കൊണ്ടിരിക്കുകയാണ്, വേറെ ഒന്നും ചെയ്യുന്നില്ല. ജസ്റ്റ് ആ ഒരു അന്നത്തെ ആ സമയത്ത് ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും, എനിക്കറിയത്തില്ല. പിന്നെ ഏത് ഷോപ്പിൽ കയറിയാലും അവിടെ നിൽക്കുന്ന ആൾക്കാർ പോലും അതുപോലെ ഡ്രസ്സ് ചെയ്തേക്കുന്നത്. പിന്നെ ഒത്തിരി ആൻറ്റിക് ആയിട്ടുള്ള കുറേ സാധനങ്ങളുണ്ട്. ആൻറ്റിക് പീസ് ജ്വല്ലറീസ് ഉണ്ട്, ക്ലോക്ക് കടകളുണ്ട്, അങ്ങനെ ഒരുപാട് കടകളുണ്ട് കേട്ടോ. ഡ്രസ്സിൻ്റെ കടകളുണ്ട്. പണ്ടത്തെ ആൾക്കാർ എങ്ങനെയൊക്കെയാണ് ഡ്രസ്സ് ചെയ്തുകൊണ്ടിരുന്നതെന്നുള്ള കാണിക്കാനായിട്ടുള്ള ഡ്രസ്സ് കടകളുണ്ട്. അപ്പോൾ ആ സമയത്താണ് ഗൈഡ് ഞങ്ങൾക്കൊരു കാര്യം പറഞ്ഞു തന്നത്. അപ്പോൾ ഈ പണ്ടത്തെ ആൾക്കാരിൽ അവരുടെ വെൽത്ത് എങ്ങനെയാണ് കാണിച്ചുകൊണ്ടിരുന്നതെന്ന് വെച്ചാൽ, പെണ്ണുങ്ങൾക്ക് വലിയ ഫ്രോക്കും ആണുങ്ങൾക്ക് അതിനനുസരിച്ചുള്ള നീളമുള്ള ഹാറ്റും അല്ലെ വലിയ ഹാറ്റും ഇടുമ്പോഴായിരുന്നു അവരുടെ വെൽത്ത് അവർ കാണിച്ചുകൊണ്ടിരുന്നത്. എത്ര വലുതാവും അത്രേ അവർ റിച്ചാണെന്നാണ് കാണിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഷോറൂമായിരുന്നു ഇത്. പെണ്ണുങ്ങൾ പണ്ടിട്ടുകൊണ്ടിരുന്ന സ്കേർട്ട്, എത്ര വലിയ സ്കേർട്ടായിരുന്നെന്നും പിന്നെ അവരുടെ ഹാറ്റ്സ്, അങ്ങനെ ഒരു കാണിക്കുന്ന ഒരു കടയായിരുന്നു. പല സ്റ്റൈലിലും പല രീതിയിലുള്ള കടകളാട്ടോ അവിടെ ഉള്ളത്. ഓരോ കടയ്ക്ക് ഓരോ പ്രത്യേകതയുണ്ട്. അത് ഓരോ കടയിൽ കയറി ചെന്നാലേ ഉള്ളൂ നമുക്ക് അതിൻ്റെ ശരിക്കുമുള്ള ഒരു എക്സ്പീരിയൻസ് എടുക്കാൻ പറ്റുന്നത്. പിന്നെ അവിടെ ഗോൾഡ് മൈനിങ്ങിനെ പറ്റിയുള്ള കുറേ കാര്യങ്ങൾ പറഞ്ഞു തന്നു. പണ്ടൊക്കെ ഈ ഗോൾഡ് മൈനിങ് ആൾക്കാർ ഇത്രയും കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ ശരിക്കും ആ സ്ഥലത്ത് പോകുമ്പോഴാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ പുള്ളിക്കാരി ഇപ്പോൾ എന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് വെച്ചാൽ, ഈ സൈഡിൽ കാണുന്ന ഓരോ ഡോട്ട്സ് ഇല്ലേ, ഈ തടിയിലിരിക്കുന്ന ഓരോ ഡോട്ട്സ്, അതിന് ഓരോ കോഡുണ്ട് കേട്ടോ. അതെന്താണെന്ന് വെച്ചാൽ, പണ്ട് ഈ ഗോൾഡ് മൈനിങ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് കുറേ ആൾക്കാർ ഈ 30-20 അടി താഴ്ചയിലൊക്കെ താഴോട്ട് പോയാണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ അവരെങ്ങനെയാണ് മേലുള്ള ആൾക്കാരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്? അവർക്കൊരു വഴിയുമില്ല. ഇപ്പോൾ താഴെ നിന്ന് ഇങ്ങനെ ബെല്ലടിക്കും. ഓരോ ബെല്ല്, ഇപ്പോൾ ഒരു ബെല്ല് അടിക്കുന്നെങ്കിൽ ആ ബെല്ലിനൊരു അർത്ഥമുണ്ട്. 2 ബെല്ല് അടിക്കുന്നെങ്കിൽ അതിനൊരു അർത്ഥമുണ്ട്. ഇപ്പോൾ 3 ബെല്ല് അടിക്കുന്നത് ചിലപ്പോൾ അത് ഡേഞ്ചറിനായിരിക്കും കാണിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളായിരിക്കും. ഇല്ലെങ്കിൽ 4 ബെല്ല് അടിക്കുന്ന വെച്ചാൽ അവരെ മേളിലോട്ട് വലിച്ചെടുക്കാൻ വേണ്ടിയിട്ടായിരിക്കും. അങ്ങനെ ഓരോ ഡോട്ട്സിനും ഓരോ അർത്ഥങ്ങളുണ്ടായിരുന്നേ. അപ്പോൾ അതെന്നുവെച്ചാൽ ആ ബെല്ല് അടിക്കുന്ന അനുസരിച്ചായിരിക്കും ഇവർ തീരുമാനിക്കുന്നത് താഴെ നിന്ന് അവരെന്താ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ട്രൈ ചെയ്യുന്നതെന്നുള്ളത്. പിന്നെ ഞങ്ങളെ ഗൈഡ് ഇതൊരു വലിയൊരു മെഷീൻ കാണിക്കാനായിട്ടായിരുന്നു. ആ മെഷീൻ്റെ പേരാണ് സ്റ്റാമ്പർ ബാറ്ററി. അപ്പോൾ ഈ സ്റ്റാമ്പർ ബാറ്ററി എന്ന് പറയുന്ന ഒരു വലിയൊരു മെഷീനാണ്. അത് ഈ വലിയ വലിയ പാറക്കല്ലുകളെല്ലാം പൊടിച്ച് ചെറുതാക്കി അതിലെ പൊടികളിൽ നിന്ന് ഗോൾഡ് മാറ്റിയെടുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു മെഷീനാണ് ഈ സ്റ്റാമ്പർ ബാറ്ററി. അപ്പോൾ ഗൈഡ് സ്റ്റാമ്പർ ബാറ്ററിയിലെ വിശേഷങ്ങളെല്ലാം പറഞ്ഞു തന്നതിന് ശേഷം ഞങ്ങളെ വേറൊരു സ്ഥലത്തോട്ടാണ് കൊണ്ടുപോയത്. അത് ഞാൻ പാർട്ട് 3 ഞാൻ കാണിച്ചു തരാം അവിടുത്തെ വിശേഷങ്ങൾ. നെക്സ്റ്റ് എന്തുവാ കാണിച്ചതെന്നുള്ളത്. കാരണം അതെനിക്കൊരു ഫുൾ വീഡിയോ ആയിട്ട് തന്നെ ചെയ്യേണ്ടി വരും. അതും ഞങ്ങൾ ആരും മിസ് ചെയ്യില്ല. അതിൻ്റെ അകത്ത് ഭയങ്കര ഭംഗിയായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ ഗോൾഡ് ബാർ എൻ്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ട് പിടിച്ചത് അപ്പോഴായിരുന്നു. എത്രയോ കിലോയുടെ ഗോൾഡ് ബാർ ആയിരുന്നു അത്.
ആൻഡ് യു ഗൈസ് ഹാവ് ടു സീ ദാറ്റ് വീഡിയോ, ഡോണ്ട് മിസ് ഔട്ട്. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഞാൻ കാണാം. സ്റ്റേ ട്യൂൺഡ്. ബൈ ബൈ.